ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ല ഒരു ഡോൾ കേക്കിൻ്റെ ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഇത് ഏറ്റവും മനോഹരമാക്കി റെഡിയാക്കി എടുക്കാവുന്നതെന്ന്. കീപ് വാച്ചിങ്. അതിനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ 2-3 പ്രാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇനി വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 4 മുട്ട, നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് വേണ്ടത്. അത് നമുക്ക് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നിടം വരെ ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ മുട്ട ഒന്ന് പതഞ്ഞ് പൊങ്ങി വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ മുട്ട ഒരു പെയിൽ യെല്ലോ കളറിലേക്ക് മാറുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയുമായിട്ട് നന്നായിട്ട് ഇട്ടുകൊണ്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട, നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മുട്ടയുമായിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇനിയും ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മുമ്പേ അരിച്ച് വെച്ചിട്ട് ഉള്ളതായിട്ടുള്ള മൈദയുടെ ആ മിക്സ് നമുക്കത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഒത്തിരി ഇട്ട് ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജെൻറ്റിലായിട്ട് വേണം ഇതൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഓൾറെഡി ബട്ടർ ഇട്ട് ഗ്രീസ് ചെയ്തൊരു മോൾഡാണിത്. അടിയിലൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ എയർ ബബിൾസ് പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ 10 മിനിറ്റ്സ് ഇട്ടിട്ടുള്ള അവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 35 to 40 മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് 1/2 കപ്പ് ഷുഗറൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഈ ഷുഗർ ഇതിനകത്ത് ഡൈല്യൂട്ട് ആകത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടിത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഒരു 1 അവറോ അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു ½ ആൻ അവറോ വെച്ചിട്ടുള്ള ബൗളും വിസ്ക് അറ്റാച്ച്മെൻറ്റുമാണിത്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ലോ സ്പീഡിലിട്ട് തന്നെ ആദ്യം നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ലോ സ്പീഡിലിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്കൊരു ലോ സ്പീഡിലിട്ട് തന്നെ നല്ലപോലെ ഒരേ ഡയറക്ഷനിൽ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നല്ല സ്റ്റിഫ് പീക്സ് ആകുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം വിപ്പിംഗ് ക്രീമൊക്കെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവത്തിൽ നിന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്ക് വേറൊരു ബൗളിലേക്ക് എടുത്തിട്ട് കേക്കിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കുറച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കൂളായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മേൽവശം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് കേക്ക് ഓരോ ലെയറുകളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റണം. ഈക്വൽ ലെയറുകളായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം എടുക്കാം. അതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് ജെല്ലിൻ്റെ പിങ്ക് ഫുഡ് കളറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്.
അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ക്രീമുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്രത്തോളം ഫുഡ് കളർ ഇതിനകത്ത് യൂസ് ചെയ്യണം എന്നുള്ളത്, നമ്മുടെ ക്രീമിന് നമ്മൾ എന്തോരം കളർ വേണം എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. നമ്മൾക്ക് എന്തോരം കളർ വേണം എന്നുള്ളതനുസരിച്ച് ക്രീം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ മനസ്സിലാവും. വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഡിസൈർഡ് ആയിട്ടുള്ള ആ ഒരു കളറിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിത് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇതിന് പകരമായിട്ട് അല്ലാതെ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. നല്ലപോലെ മോയിസ്റ്റ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഒരു ലെയറായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഒരു നല്ലൊരു സ്ട്രോബെറി ഫ്ലേവർ നമ്മുടെ കേക്കിൻ്റെ ബേസിന് കൊടുക്കും. അതിനു വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമില്ല. അത് കയ്യിലുള്ളവർക്ക് ആഡ് ചെയ്താൽ കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ക്രീം മാത്രം പുരട്ടി കൊടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ബാക്കി സ്റ്റെപ്സ് എല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഷുഗർ സിറപ്പ് അത് മസ്റ്റാണ്. അതാണ് നമ്മുടെ കേക്കിന് നല്ലൊരു മോയിസ്റ്റ് ഫീലിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇത് ചെയ്യാൻ നോക്കണം. എന്നിട്ട് അടുത്ത ലെയർ ക്രീമും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയെല്ലാം മുമ്പേ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ബാക്കി സ്റ്റെപ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്തെടുക്കണം. ഇനി കേക്കിൻ്റെ ലാസ്റ്റ് ലെയറും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒന്ന് കുറച്ചുകൂടെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ക്യൂർ സ്റ്റിക്കാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സ്ട്രോ ആണെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ കേക്കിനെ കുറച്ചുകൂടെ ഒന്ന് സെക്യൂർഡ് ആയിട്ട് എല്ലാ ലെയേഴ്സിനും നിർത്തും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ കേക്ക് ക്രീം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കണം. സൈഡ് ഭാഗവും മുകൾ വശവും എല്ലാമായിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കേക്ക് ബോർഡ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഫ്രിഡ്ജിൽ ഇതൊരു 1/2 hour വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ഡെക്കറേഷനിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ടുണ്ട്. അതൊരു സ്റ്റാർ നോസിലിട്ടിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിസൈൻ കൊടുക്കുന്നത്. അത് വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഡെക്കറേഷന് വേണ്ടിയിട്ട് മുമ്പേ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ നമ്മൾ മുമ്പേ എടുത്തിട്ടുള്ള പിങ്ക് കളറായിട്ടുള്ള ആ ക്രീമും അത് രണ്ടും കൂടെ കുറച്ച് മിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഡാർക്ക് പിങ്കിൻ്റെ ഡിസൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നമ്മളിനിയും ബാക്കി മേളിലോട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് നമ്മുടെ കേക്ക് അതിൻ്റെ ബേസ് ഇതുപോലെ ആക്കി നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഫുൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ കേക്കിൻ്റെ ടോപ്പ് പോർഷൻ. ഇനി നമ്മൾ ഇതിലേക്ക് ഇതുപോലത്തെ ഒരു ഡോളാണ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി ഈ ഡോൾ നമുക്ക് കേക്കിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് തന്നെ ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി നമ്മുടെ ആ ബേബി പിങ്ക് ഷെയ്ഡിലുള്ള ആ ക്രീം ഇട്ട് തന്നെ നമുക്ക് ആ കേക്കിൻ്റെ മുകൾ വശം നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഈ പോർഷൻ കറക്റ്റായിട്ട് എല്ലാം നല്ലപോലെ ഡിസൈൻ ചെയ്തിട്ട് ആ ഫ്രോക്കിൻ്റെ താഴ്ഭാഗം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയ നോസിലിട്ടിട്ട് തന്നെ നമുക്ക് ഈ ഡോളിൻ്റെ മേൽഭാഗമെല്ലാം നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ഭാഗം എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടിട്ട് ഫില്ലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോളിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ നല്ല കറക്റ്റായിട്ട് റെഡിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഷുഗർ ബീഡ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ ബീഡ്സ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ലാസ്റ്റ് നമ്മുടെ ഈ ഡോൾ കേക്ക് കാണാനായിട്ട് തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. അത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോൾ കേക്ക് ഇവിടെ നല്ല ഭംഗിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.